എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Emperor, Devil, Princess of Cups, Nine of Wands, Hanged Man, Six of Pentacles. നിങ്ങളെ സംബന്ധിച്ചിട്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എംപറർ എനർജിയാണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പൊതുവെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുക, ജോലി സംബന്ധമായിട്ടുള്ള പ്രമോഷനും ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ട്രാൻസ്ഫറോ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. അതേപോലെ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കും അതിനുള്ളൊരു സാഹചര്യം ഒത്തുവരുന്ന സമയമാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്സിലൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അണികളായിട്ട് അല്ലെങ്കിൽ മെമ്പേഴ്സ് മാത്രമായിട്ടുള്ളവർ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക്, അതായത് ശമ്പളമായിട്ട് അല്ലെങ്കിൽ ഒരു വരുമാനം ലഭിക്കുന്ന രീതിയിൽ ഒരു സ്ഥാനത്തേക്ക് മാസം ഒരു ശമ്പളം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ കയറുന്നുണ്ട്. വെറുതെ ഒരു സഹായത്തിനോ അല്ലെങ്കിൽ ഓടി നടന്ന് പണിയെടുക്കുക മാത്രമല്ല, ഏതൊരു മേഖലയിലാണെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ റോളുകളിലൊക്കെ ഇപ്പോൾ സിനിമ സീരിയൽ മേഖലയിൽ കൊച്ചു റോളുകളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ വലിയൊരു ലീഡ് റോളിലേക്കോ മെയിൻ റോളിലേക്കൊക്കെ പോകാനുള്ള അവസരം ചില സിനിമ സീരിയൽ മേഖലകളിലുള്ളവർക്ക് സാധ്യമാകുന്നുണ്ട്. ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നവർ ഡയറക്ടറായിട്ട് സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാനുള്ള ഒരു സാഹചര്യം ചില ആളുകൾ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് മേഖലയിലാണോ ആ മേഖലയിൽ തന്നെ ഉയർച്ച നേടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന ജോലി നിങ്ങൾ പഠിച്ച എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതല്ല എങ്കിൽ നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ജോലി സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം, പഠിച്ച ജോലി ഇതുവരെ ലഭിക്കാത്തവർക്ക് പഠിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ജോലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം, ചില ആളുകൾക്ക് പെട്ടെന്നുള്ള ഒരു നിങ്ങളിപ്പോൾ ഇതുവരെ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ അപകർഷതാബോധം അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ അപമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ജോലി, സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ വിദ്യാഭ്യാസം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒത്തിരി പേര് നിങ്ങളെ അങ്ങനെ അപമാനിക്കും മറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ ഉയരുന്നു. അതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ അതേസമയം നിങ്ങളെ അപമാനിച്ച വ്യക്തികളെ തിരിച്ച് എന്തെങ്കിലും പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളോട് ഒരാൾ എങ്ങനെയാണ് പെരുമാറിയത് അതേ രീതിയിൽ തന്നെ വ്യക്തിയോട് പെരുമാറണമെന്നില്ല എന്ന് വെച്ചിട്ട് ഈ പറയുന്ന വ്യക്തികളോട് നിങ്ങൾ അമിതമായിട്ടുള്ളൊരു കാരുണ്യം എന്നുള്ള രീതിയിലുമല്ല ഉദ്ദേശിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്രയ്ക്കും നിങ്ങളെ ഡീമീൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ എത്തി, നിങ്ങൾക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടോ ജോലി ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് നിങ്ങളെ അപമാനിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഒരു വ്യക്തിയോട് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ പകുതി ആ വ്യക്തിയുടെ എന്താ പറയുക, ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇത് അസൂയായിട്ട് മാറുന്നുണ്ടാവാം നിങ്ങളെ താഴ്ത്തി കാണിച്ച വ്യക്തിയിൽ. അപ്പം അതിൻ്റെ പുറകെ പോവാതിരിക്കുക. ആ ഒരു ഒറ്റ കാര്യം മാത്രം മതി, അതിൻ്റെ പുറകെ പോവാതിരിക്കുക. അപ്പോൾ അതായത് മനസ്സിലൊന്നും കൊണ്ടു നടക്കാതെ പുറകെ നടന്ന് എന്തെങ്കിലും പറയാനില്ലെങ്കിൽ ഒരൊറ്റ തവണ മാക്സിമം പറയാം. അതല്ലാതെ എപ്പോഴും അവസരം കിട്ടുമ്പോൾ അങ്ങനെ പുറകെ നടന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പെട്ടെന്നുള്ളൊരു മുകളിലേക്കുള്ളൊരു കയറ്റം എന്ന് പറയുന്നത് ചില ആളുകളിൽ പെട്ടെന്ന് ആ ഒരു എന്താ പറയുക തലയ്ക്ക് പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും.
അങ്ങനെ ഒരു എനർജി, നെഗറ്റീവ് എനർജീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സംയമനം പാലിക്കുകയും ആ ഒരു വിനയവും സഹാനുഭൂതിയും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കാം. ഓക്കെ, അതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിൻസസ് ഓഫ് കപ്സ് എനർജിയാണ്. കുറച്ച് കുറച്ച് ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായി. ബാലിഷ്യം എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ബാലിഷ്യമായിട്ട് തോന്നുന്നതായിരിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അത് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തെ ഭയന്നിട്ട് ചെയ്യാതിരുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഈ പ്രായത്തിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രായത്തിന്റെ ബേസിസിലോ ഒരു മറ്റെന്തെങ്കിലും കാര്യം വെച്ചിട്ട് മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബാല്യത്തിൽ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. മറ്റുള്ളവർ എന്ത് പറയും, നിങ്ങളെ കളിയാക്കും, ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ പറച്ചിലുകൾ ഉണ്ടാകാം എന്നുള്ളൊരു ചിന്തയിൽ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലുള്ള കുട്ടിയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ തൃപ്തിപ്പെടുത്തി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതൊരു തെറ്റൊന്നുമല്ല. അത് നിങ്ങളുടെ ഇഷ്ടം മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട രീതിയിലേക്ക് പോകേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ളത് എടുത്ത് പറയുന്നു. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് എനർജിയാണ്. വിദ്യാഭ്യാസ കാലഘട്ടം അല്ലെങ്കിൽ അക്കാഡമിക്സിൽ നല്ല രീതിയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ, പഠിത്തം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു അവസരമൊക്കെ കിട്ടുന്നുണ്ട്. അതല്ല, പഠിത്തത്തിലല്ല എങ്കിൽ കൂടിയും കലാപരമായിട്ടോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ സ്പോർട്സിലും ആർട്സിലും ഒക്കെ വിജയിക്കാൻ പറ്റുന്ന അവസരം ആണ്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം രണ്ടിലും മികവ് തെളിയിക്കുന്നവർക്കും ഉള്ള അവസരം കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 9 ഓഫ് ഫോൺസ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം 9 ഓഫ് ഫോൺസ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ അതായത് ഒരു എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ശാരീരിക ക്ഷമത അല്ലെങ്കിൽ ആരോഗ്യമില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, ഒരു ക്ഷീണമൊക്കെ പലർക്കും പല സമയങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. ഒരു ക്ഷീണം തോന്നുമ്പോൾ വെറുതെ എന്നാലൊന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്നതിനും പകരം ഒന്ന് നടക്കാൻ പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം കിടക്കാതിരിക്കുക എന്നുള്ളത്. ഈ ക്ഷീണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി പണിയെടുത്ത് രാവിലെ മുഴുവൻ പണിയെടുത്തിട്ട് വന്നിട്ടിരിക്കുന്നതിനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാതെ ക്ഷീണം വരികയാണ് എങ്കിലാണ്. അതായത് ഒത്തിരി പണിയൊക്കെ എടുത്തു കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യം. ഇത് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. മൊത്തത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണം തോന്നുകയാണ്, എപ്പോൾ നോക്കിയാലും കിടക്കാൻ തോന്നും. അത് ഒരു തരത്തിൽ പ്രായത്തിൻ്റെതായിട്ടുള്ള മാനസികമായിട്ടുള്ളൊരു ക്രൈസിസ് ആവാം ചിലപ്പോൾ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയൊരു ക്ഷീണമൊക്കെ വരുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൽ മാനസികമാണ് പൊതുവെ. ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ ആ തോന്നലൊക്കെ മാറ്റിയെടുക്കാം. ഒന്ന് പുറത്തേക്കൊക്കെ പോവുക, നടക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവും ചില ആളുകൾക്ക്. ജീവിതത്തിൽ ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ, ഇപ്പം നിങ്ങളൊരു പ്രായം എത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ അത് ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്കൊരു സെൽഫ് റിഫ്ലക്ഷൻ, നമ്മളെ തന്നെ നോക്കിക്കാണുകയാണ്. ഇതെന്താണ്, ഞാൻ ഇതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇനി എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്. നമ്മളൊരു പ്രായം എത്തിക്കഴിയുമ്പോൾ ആളുകളുടെ ഉള്ളിൽ സ്വയം നിങ്ങൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ അത് വരാറുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം വരുന്ന ആളുകളും ആ ഒരു ചോദ്യത്തെ അവഗണിച്ചിട്ട് മുന്നോട്ടേക്ക് പോകും. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർക്കത് ആലോചിച്ച് പോകാൻ സമയം ഉണ്ടാവില്ല. ഇപ്പോൾ ചിലപ്പോൾ ഒത്തിരി പ്രാരബ്ധങ്ങളൊക്കെ ഉള്ള പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർക്ക് വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ സ്വന്തം മനസ്സും ശരീരവും ശ്രദ്ധിക്കാതെ തിരക്ക് അല്ലെങ്കിൽ പ്രാരബ്ധത്തിന്റെ പിടിയിൽ പെട്ടിട്ട് പോകുന്നത് കൊണ്ട് ഒരു ഭൂരിഭാഗം ആളുകൾ അവരുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാതെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾ പൂർത്തിയാക്കാതെ പോകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ജന്മങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ പിന്നീട് വരുന്ന ജന്മത്തിലും ഇതുപോലെയാണ് എങ്കിൽ ആണ് പിന്നീടും ജനിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാഹചര്യവശാൽ അങ്ങനെ പറ്റുന്നില്ല എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ. അതിനെക്കുറിച്ച് ഒത്തിരി ആലോചിച്ച് ഫ്രസ്ട്രേറ്റഡ് ആവണ്ട. ജീവിതം ചില സ്ഥലത്തെത്തുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നു, പതുക്കെ നടക്കുക, ഓടി തളരാതിരിക്കുക.
എല്ലാത്തിലും പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ അമിതമായിട്ട് ഓടി നടക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ അമിതമായിട്ട് ഇപ്പോൾ ചില ആളുകൾ ചെയ്യുന്നുണ്ടാവും, പഠിത്തത്തിൽ, ഡാൻസ്, പാട്ട് എല്ലാത്തിലും കൊണ്ട് ചേർത്ത് ഒരു ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒന്നിനും നേരമില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അതേപോലെ 6 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ വളരെ പ്രാധാന്യമാണ്. പിശുക്കൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ കാണിക്കുന്നത് ഒന്നുകിൽ അങ്ങേറ്റത്ത് അല്ലെങ്കിൽ ഇങ്ങേറ്റത്ത്, അതായത് ഒന്നുകിൽ നിങ്ങൾ പിശുക്കായിരിക്കും, ഒന്നും ചിലവാക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പിശുക്ക് കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ ഉള്ളത് മുഴുവൻ ചിലവാക്കുക, അനാവശ്യമായിട്ട് ലാവിഷായിട്ട് ചിലവാക്കാം. കാരണം പൈസ എന്ന് പറയുന്നത് എങ്ങനെ ചിലവാക്കണം എന്നറിയാത്തൊരു സാഹചര്യമാണ്. അതിപ്പോൾ ഈ മാസത്തിലല്ല, പല മാസത്തിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ഈ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മക്കളോ അച്ഛനോ ആരാണ് അവരെ ഏൽപ്പിക്കുക പണം ചെലവാക്കാനായിട്ട്. പിന്നെ നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്തിട്ട് അവർ പറയുന്ന അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. പണം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.